ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിക്കുന്നത് നമുക്ക് നോക്കിയോ കേട്ടോ. അപ്പോൾ തൻവി അത് അവിടെ തണ്ണിമത്തന് വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതാ ഞാൻ ചപ്പാത്തി പരത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ഉമ്മ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി അതുപോലെ ഉരുളകളൊക്കെ ആക്കിയിട്ട് ഉമ്മ തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പരത്തി കൊടുക്കുകയാണ്. ഇമ്മ അവിടെ ചുടാനും നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ചപ്പാത്തിയിലേക്ക് നമുക്ക് മീൻ കറി വെക്കാച്ചിട്ടാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ചപ്പാത്തി മീൻ കറി നമ്മൾ നോമ്പായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് ചപ്പാത്തി മീൻ കറി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഓരോന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ഇമ്മ അവിടെ ചുടണുണ്ട്. പിന്നെ ഇന്ന് എണ്ണക്കടി ഉണ്ടാക്കണില്ല കേട്ടോ. ദിവസേന എണ്ണക്കടി വേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് എണ്ണക്കടി ഉണ്ടാക്കണില്ല. പിന്നെ ഇന്ന് നമ്മൾ ചപ്പാത്തി മീൻ കറിയും ഒക്കെ ടേബിൾ മേൽ കൊണ്ടുവച്ച് ഒപ്പം നോമ്പറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചപ്പാത്തിയൊക്കെ തിന്നാൻ വിചാരിച്ചിട്ട് ഒന്നിച്ച് കൊണ്ടുപോയി വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കണത്. അപ്പോൾ ഇന്ന് എണ്ണക്കടി വേണ്ട. എണ്ണക്കടി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കടി ഇങ്ങനെ കടി ഉണ്ടാക്കില്ല. അതായത് പത്തിരി അതുപോലെ ചപ്പാത്തി നൂൽപുട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കൂലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ബാക്കിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും തന്നെ അമ്മക്ക് പരത്തി കൊടുത്ത് ഉമ്മതവിടെ ചുടുന്നുണ്ട്. പിന്നെ അതമ്മ കറി വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരടുപ്പത്ത് ഉമ്മ ചപ്പാത്തി ചുട്ടും കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതാ ഉമ്മ അപ്പുറത്ത് കറി വെക്കാൻ വിചാരിച്ചിട്ട് കറി വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഉള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഇതാ വാട്ടിയും കൊണ്ട് നിൽക്കുകയാണ്. അതാ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ഇവിടെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അമ്മ മീൻ കറി വെക്കണു. അതിൻ്റെ ഇടയിൽ ഇതാ തൻവി നാരങ്ങ വെള്ളം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊരു പുതിയല്ല കേട്ടോ. നാരങ്ങ വെള്ളത്തിന് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളത്തിനാണ് നമുക്ക് പൂതിയാവണത്. അതുപോലെ വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് വെറും പച്ച വെള്ളത്തിനാണ് കേട്ടോ ചില ദിവസങ്ങളിൽ പൂതിയാൽ. അങ്ങനെ ഇതാ ഇമ്മ ഉള്ളിയൊക്കെ ഇതാ വാട്ടിയിട്ട് അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ തേങ്ങ അരക്കാത്ത മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. എനിക്ക് തേങ്ങ അരക്കണ കറികളിനെക്കാട്ടിലൊക്കെ ഇഷ്ടം തേങ്ങ അരക്കാത്ത കറികളാണ് കേട്ടോ. അപ്പോൾ ഇതമ്മ നമ്മൾ ഇന്ന് സൂതമീനാണ്. അപ്പോൾ ഇതമ്മ കറിയിലേക്ക് ഇതാ മീൻ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ പൊടികളും അതുപോലെ പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതവിടെ കറി റെഡി ആയിക്കണു. പിന്നെ അതാ നോമ്പ് തുറക്കണ സമയം അതാ ആയിക്കണു കേട്ടോ. അപ്പോൾ അതൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. വെള്ളം ഫ്രൂട്ട്സും അതുപോലെ ചപ്പാത്തിയും മീൻ കറിയും ഒക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എണ്ണക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ കുട്ടികൾ എണ്ണക്കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ചപ്പാത്തി അങ്ങനെയുള്ളതൊന്നും തിന്നണില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ തന്നെ ഞങ്ങൾ നോമ്പ് ഇങ്ങനെ തുറക്കുകയാണ്. നോമ്പ് തുറന്ന് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളായിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഞങ്ങളിതപ്പോൾ ഈ ചപ്പാത്തി തിന്നണത്. അപ്പോൾ ഏതായാലും മേശമൊക്കെ കൊടുന്ന് വെച്ചാലും ഒക്കെ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് നിസ്കരിച്ചിട്ട് വരാം, എന്നിട്ട് എന്തെങ്കിലും തിന്നാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ നിസ്കരിക്കാനൊക്കെ പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ എല്ലാവരും ഇത് അവിടെ ഇരുന്ന് തിന്നണം കേട്ടോ. കുട്ടികളും അതുപോലെ ഞാനും ഉമ്മയും തൻവി എല്ലാവരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ തറാവിക്ക് വെക്കുകയാണ്. ഇപ്പോൾ തറാവി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ എന്തെങ്കിലും തിന്നാം. അപ്പോൾ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ 25ാമത്തെ നോമ്പ് ഇതവിടെ കഴിഞ്ഞിരിക്കണു കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നാണ് നോമ്പ് കഴിഞ്ഞല്ലേ. നോമ്പാണെന്ന് പറഞ്ഞിരുന്നു. നാളെ മറ്റന്നാൾ നോമ്പാണെന്ന് പറഞ്ഞു. അങ്ങനത്തോടത്ത് ഇതിപ്പോൾ 25 നോമ്പ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ 25ാമത്തെ നോമ്പിൻ്റെ അന്ന് ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മളെ ചപ്പാത്തി മീൻ കറിയൊക്കെ ഇതങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ അടുക്കളയ്ക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഇതാ കയറിക്കണം കേട്ടോ. ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ മീൻ പൊരിക്കണം കേട്ടോ. അപ്പോൾ ഇത് പലിശകയിലേക്കുള്ള മീനാണ്. അപ്പോൾ ഉമ്മ സൂത കറി വെക്കണേന്ന് കുറച്ച് മീൻ മാറ്റിയിരുന്നു കേട്ടോ. നമുക്കിന്ന് പലിശകയിലേക്ക് വേണമെങ്കിൽ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയിരുന്നു. പിന്നെ മുരിങ്ങ കൊടുന്നിരുന്നു കേട്ടോ തൻവി. അപ്പോൾ അത് വെച്ചിട്ട് ഇതാ ഒരു ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് നല്ലൊരു ചക്ക കിട്ടിയിരിക്കണം കേട്ടോ. ചക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറി ചക്കയാണ് കേട്ടോ. അത് വലിയൊരു കഷ്ണം തന്നെയാണ് നമുക്ക് അയൽവക്കക്കാർ തന്നാണ് കേട്ടോ. അപ്പോൾ ഓല് നമുക്ക് വലിയൊരു കഷ്ണം തന്നെ തന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാം. അത് മുഴുവനും വെച്ചാൽ കഴിഞ്ഞാൽ കൂട്ടാൻ വെച്ചാൽ തിന്നൂല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി വെച്ചിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാൻ വിചാരിച്ചിട്ട് ഇത് അമ്മ ഞങ്ങൾക്ക് കൊത്തി അരിഞ്ഞ് തരികയാണ് കേട്ടോ. അപ്പോൾ അമ്മ കൊത്തി അരിയുമ്പോൾ ഞങ്ങൾക്ക് ഞാനും തനിയും ഇപ്പുറത്തിരുന്ന് നുറുക്കാലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇന്ന് നുറുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഉമ്മ ഫസ്റ്റ് കൊത്തന്നെ ഇട്ടപ്പോൾ ലൈബാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൾ വന്നിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും ഇന്നൊരു പീസ് എടുത്ത് തിന്നാണ് കേട്ടോ. അപ്പോൾ പച്ചച്ചക്കയ്ക്ക് നമ്മൾക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടണത്. ഈ വർഷം നമുക്കിത് ആദ്യമായിട്ടാണ് ചക്ക കിട്ടണം കേട്ടോ. ഇടിച്ചക്ക നമ്മൾ വാങ്ങിയിരുന്നു കടയിൽ നിന്ന്. നമ്മളിങ്ങനെ കണ്ടപ്പോൾ ഇടിച്ചക്ക വാങ്ങിയിരുന്നു. ഇത് ചക്ക മൂത്ത ചക്ക നമുക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടണത്. അതുപോലെ പഴുത്തതും കിട്ടിയിട്ടില്ല. അങ്ങനെ തന്നെ ഞാനും തൻവിയും കൂടി ഇങ്ങനെ ചക്കയൊക്കെ ഇരുന്ന് നുറുക്കുകയാണ് കേട്ടോ. അമ്മ ഒക്കെ കൊത്തി അരിഞ്ഞ് ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ലൈബ് അതാ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. ഇങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളടുത്ത്.
പിന്നെ അതാ നമ്മളെ ചക്ക നുറുക്കലൊക്കെ അതവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോമ്പാണെങ്കിലും നമുക്ക് ചക്ക കൂട്ടാൻ പൂതിയായപ്പോൾ ചക്ക കൂട്ടാൻ വെക്കാച്ചിട്ട് നിന്നതാണ് കേട്ടോ. ഇതാ പകുതി എടുത്തിട്ടുള്ളൂ, ഇതാ പകുതി പഴുപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അതാ ലൈബ ഞങ്ങൾ കുരുവൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ ലൈബ അതാ ഞങ്ങളൊപ്പം ഇങ്ങനെ കൂടിക്കണം കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് വെക്കണത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇമ്മ സാധാരണ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കട ഇറക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ ഒഴിച്ചിക്കണം കേട്ടോ. തേങ്ങയിൽ ജീരകമൊക്കെ ഇട്ടിട്ട് അതുപോലെ ചെറിയ ഉള്ളി ഇട്ടിട്ട് തേങ്ങ കരച്ച് പാർന്നു. അതിന് ശേഷം ഇതമ്മ കടുക് വറുത്തിട്ടോ, വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ ഇട്ട് കടുക് വറുത്തിക്കണു. പിന്നെ അത് നമ്മൾ ചോറ് വിളമ്പുകയാണ്. ചോറ് നമ്മൾ രാത്രിക്ക് കുറച്ച് തിന്നാമെന്ന് വിചാരിച്ച് അങ്ങനെ വിളമ്പിട്ടോ. കാരണം ചക്കക്കൂട്ടാനും മുരിങ്ങ ഉപ്പേരി അങ്ങനത്തെയൊക്കെ ഇല്ലേ, അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ചോറ് വിളമ്പിയതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടിപൊളി മുരിങ്ങ ഉപ്പേരി ഉണ്ട്, അതുപോലെ തന്നെ ചക്കക്കൂട്ടാൻ, അതുപോലെ മീൻ പൊരിച്ച്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാൻ. പിന്നെ നമ്മൾ മാങ്ങ അച്ചാറുണ്ട് കേട്ടോ. അതായത് മാങ്ങയും മാങ്ങഞ്ചിയും കൂടി ഞാൻ പറഞ്ഞില്ലേ അന്ന് അച്ചാർ ഇട്ടോ. അത് ഞങ്ങൾക്ക് വീഡിയോ എങ്ങനെ ഇട്ടിക്കണം എന്നുള്ള വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെ ഉണ്ടാക്കിക്കണം. പിന്നെ അത് നമ്മളെ മെയിൻ സാധനം നമ്മളെ ചക്കക്കൂട്ടാനും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളെ കറി നമ്മൾ ചപ്പാത്തിയിലേക്ക് ഉണ്ടാക്കിയ കറി തന്നെയാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ ഇന്നത്തെ കൂട്ടാനും ചോറും കൂട്ടാനൊക്കെ ഇത് തന്നെയാണ് കേട്ടോ നമ്മളോട് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെ എനിക്ക് എൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.